നല്ല നന്ദിയുള്ളവരാകണം, നന്ദി കെട്ടവരാകരുത്. ആ നന്ദിയുള്ളവരാകണമെങ്കിൽ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, നമ്മൾ കൃത്യമായി ഖുർആൻ ഓതുന്നവരാകണം, നമ്മുടെ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, നമ്മുടെ സ്വഭാവം നന്നാക്കണം, മറ്റുള്ളവരോട് നല്ല നിലക്ക് പെരുമാറണം. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും വേണ്ട കേട്ടോ. നമ്മുടെ കൽബിൽ മറ്റൊരാളോട് പക വേണ്ട, നമ്മുടെ മനസ്സിൽ ഒരാളോട് ഹസദ് വേണ്ട. അയൽവാസികളോട് പിണങ്ങല്ലേ, അയൽവാസികളോട് തർക്കിക്കല്ലേ, ഉമ്മയെയും ബാപ്പയെയും ധിക്കരിക്കല്ലേ മക്കളെ. ഉമ്മയും ബാപ്പയും നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ നിലനിൽക്കട്ടെ. നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ബാപ്പന്റെ മനസ്സ് നൊന്തുപോയാൽ, നമ്മുടെ ഒരു സംസാരം കൊണ്ട് ഉമ്മന്റെ മനസ്സ് വേദനിച്ചു പോയാൽ, നീ എത്ര വലിയ പണക്കാരനാണെങ്കിലും, നീ ഇവിടത്തെ പള്ളി മുഴുവനും നിർമ്മിച്ചു കൊടുക്കുന്നത് നീയാണെങ്കിലും, നീ ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തമില്ലാത്തവനാണെങ്കിൽ സ്വർഗത്തിൽ കയറുമെന്ന് കരുതുകയേ വേണ്ട. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ.